കേരളത്തിൽ നിന്നും അറസ്റ്റിലായ PFI ഭീകരരുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേഷനുകൾ വരുന്നുണ്ട്. PFIയുടെ പ്രധാന ആയുധ പരിശീലകരാണ് അറസ്റ്റിലായ മുഹമ്മദ് മുബാറക്കും അയൂബ് ടിയുമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. മുബാറക്കിന്റെ വീട്ടിൽ നിന്ന് മാരകായുധങ്ങളും അയൂബിന്റെ വീട്ടിൽ നിന്നും ആക്രമിക്കേണ്ടവരുടെ ഹിറ്റ് ലിസ്റ്റും കണ്ടെത്തിയതായി NIA അറിയിച്ചു. മിഥുൻ അയ്യപ്പൻ ആണ് രേഷ്മ ബാബുവാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. രേഷ്മ, ഈ ഹിറ്റ് ലിസ്റ്റിനകത്ത് ആരുടെയൊക്കെ പേരുകളുണ്ട് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത NIA ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ടോ? കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതോടൊപ്പം തന്നെ അത്തരം ദേശീയ പ്രസ്ഥാനങ്ങൾ, BJPയുടെ നേതാക്കൾ, ക്രൈസ്തവ നേതാക്കൾ, അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി ഇവരെയൊക്കെ വധിക്കുക എന്നതാണല്ലോ PFIയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത്. അപ്പോൾ ഈ പിടിയിലായ രണ്ടുപേരും കൊടും ഭീകരന്മാരാണെന്നാണോ ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്? ഗൗതം, ആരുടെയൊക്കെ പേരുകളാണ് ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും ഈ ഹിറ്റ് ലിസ്റ്റുകൾ NIA സംഘം കണ്ടെടുത്തിട്ടുണ്ട്. ഇരുവരും, അതായത് മുബാറക്കും അയൂബും എടവനക്കാട് സ്വദേശികൾ തന്നെയാണ്. മുബാറക്കിനെ അറസ്റ്റ് ചെയ്യുന്നത് 2022, അതായത് PFIയുടെ നിരോധനത്തിന് ശേഷമാണ് മുബാറക്കിനെ അറസ്റ്റ് ചെയ്യുന്നത്. അത് ആയുധ പരിശീലകരിൽ ഒരാൾ തന്നെയായിരുന്നു മുബാറക്ക്. എടവനക്കാട് സ്വദേശിയാണ്. അന്ന് ബാഡ്മിന്റൺ റാക്കറ്റിനുള്ളിൽ ആയുധങ്ങൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെടുത്തിരുന്നു. അതിന് പിന്നാലെയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. അയാൾ ആയുധ പരിശീലനം ഈ PFI സംഘാംഗങ്ങൾക്ക് നൽകിയിരുന്നു. അത്തരത്തിലുള്ള വിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് മുബാറക്ക്. മുബാറക്കിന്റെ ജാമ്യാപേക്ഷകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നതാണ്. അതിനിടയിൽ തന്നെയാണ് അയൂബ് എന്ന് പറയുന്ന ഒരാൾ, അയൂബ് എന്ന് പറയുന്ന ഒരാൾ, ഒരു PFI ഭീകരൻ കഴിഞ്ഞയാഴ്ച കീഴടങ്ങുന്നത്. അതും എടവനക്കാട് സ്വദേശിയാണ്. അപ്പോൾ എടവനക്കാട് കേന്ദ്രീകരിച്ച് പ്രാദേശിക തലത്തിൽ വലിയൊരു സഹായം ഈ PFI ഭീകരവാദികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അയൂബും അതോടൊപ്പം തന്നെ മുബാറക്കും ഒരുമിച്ച് ഒരേ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതായത് ആയുധ പരിശീലന വിങ്ങിൽ ഉൾപ്പെട്ടവരായിരുന്നു ഇരുവരും. ഈ അയൂബിനെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതായത് അയൂബിന്റെ കയ്യിൽ നിന്ന് അടക്കമാണ് ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തിട്ടുള്ളത്. ഈ ഹിറ്റ് ലിസ്റ്റിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ വിധത്തിൽ ആസൂത്രണം നടന്നിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നോ, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അടുത്ത ആഴ്ച തന്നെ വിശദമായിട്ട് ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നമുക്കറിയാം PFIയുടെ ഒരു രീതി അനുസരിച്ച് ആയുധ പരിശീലനത്തിനും കായിക പരിശീലനത്തിനുമായിട്ട് വെവ്വേറെ വിങ്ങുകളാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ സംഘത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരാണ് മുബാറക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അയൂബും. എന്തായാലും അയൂബിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം NIA നടത്തുന്നുണ്ട്. കാരണം അയൂബിന് ഇത്രയും കാലം ഈ എടവനക്കാട് താമസിക്കാനായിട്ട് ഒളിസങ്കേതം ഒരുക്കി കൊടുക്കാനായിട്ട് പ്രാദേശിക തലത്തിൽ ആരൊക്കെയാണ് സഹായം നൽകിയത്, സാമ്പത്തികമായിട്ട് ഏതൊക്കെ വിധത്തിൽ സഹായങ്ങൾ ലഭിച്ചു, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വിശദമായി ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഈ കാര്യങ്ങളിലും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം NIA സംഘം നടത്തും. ഓക്കെ PFI ഭീകരന്മാരെ പിടികൂടിയതിനു ശേഷം ദേശീയ അന്വേഷണ ഏജൻസി കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. കില്ലർ സ്ക്വാഡിന്റെ ഭാഗമായിട്ടുള്ള ഭീകരന്മാരാണ് കേരളത്തിൽ നിന്നും തുടർച്ചയായി പിടികൂടുന്നത്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.